തൊട്ടാൽ തൊട്ടാൽ വിവാദങ്ങളുടെ കൂടപ്പിറപ്പാണ് നടൻ വിനായകൻ. വായിൽ തോന്നിയത് കോതയ്ക്ക് പാട്ട് എന്ന ചൊല്ലുപോലെ വേണ്ടിടത്തും വേണ്ടാത്തിടത്തും വിനായകൻ അഭിപ്രായങ്ങൾ പറഞ്ഞ് പുലിവാല് പിടിക്കാറുണ്ട്. ഇത്തവണ വീണ്ടും ഒരു പുതിയ വിവാദവുമായി നടൻ വിനായകൻ രംഗത്ത് വന്നിരിക്കുകയാണ്. മുൻ മുഖ്യമന്ത്രി വി.എസ്. അച്യുതാനന്ദൻ ഉൾപ്പെടെ അന്തരിച്ച ഒട്ടേറെ രാഷ്ട്രീയ പ്രമുഖർക്കെതിരെ അധിക്ഷേപ പരാമർശവുമായിട്ടാണ് നടൻ വിനായകൻ രംഗത്ത് വന്നിട്ടുള്ളത്. ഇവരുടെ മരണവുമായി ബന്ധപ്പെട്ട് പങ്കുവെച്ച പോസ്റ്റിലാണ് വിനായകൻ മോശപ്പെട്ട ഭാഷയിൽ അധിക്ഷേപ പരാമർശം നടത്തിയിരിക്കുന്നത്. വി.എസിന് പുറമെ മഹാത്മാഗാന്ധി, ജവഹർലാൽ നെഹ്റു, ഇന്ദിരാഗാന്ധി, രാജീവ് ഗാന്ധി, കെ കരുണാകരൻ, ജോർജ് ഈഡൻ എന്നിവരുടെ പേരുകൾ എടുത്തു പറഞ്ഞുകൊണ്ടാണ് വിനായകൻ ഫേസ്ബുക്ക് കുറിപ്പ് പങ്കുവച്ചിരിക്കുന്നത്. വായിൽ തോന്നുന്നത് യാതൊരു ബോധവുമില്ലാതെ വിളിച്ചു പറഞ്ഞ വിനായകൻ മുൻപും വിവാദങ്ങളിൽ പെട്ടിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം എറണാകുളം KSRTC ബസ് സ്റ്റാൻഡിൽ നടന്ന അനുസ്മരണ കൂട്ടായ്മയിൽ പങ്കെടുത്ത് മുഷ്ടി ചുരുട്ടി ഇതേ വിനായകൻ വി.എസിന് വേണ്ടി മുദ്രാവാക്യം വിളിച്ചത് വാർത്തകളിൽ ഇടം നേടിയിരുന്നു. എന്നാൽ ഇന്ന് നേരെ വിപരീത പ്രവൃത്തി ചെയ്ത് അധിക്ഷേപ പോസ്റ്റുമായി വിനായകൻ രംഗത്ത് വന്നിരിക്കുകയാണ്. കറുപ്പ് ടീഷർട്ട് ധരിച്ചാണ് വിനായകൻ ഇന്നലെ അനുസ്മരണ പരിപാടിക്കായി എത്തിയത്. അന്ത്യാഭിവാദം അർപ്പിക്കാനായി എത്തിയവർ വി.എസിന്റെ ചിത്രത്തിൽ പുഷ്പങ്ങൾ അർപ്പിച്ചു. കോമ്രേഡ് വി.എസ്. അച്യുതാനന്ദൻ എന്ന് ഇംഗ്ലീഷിലും കണ്ണേ കരളെ എന്ന് മലയാളത്തിലും എഴുതിയ വി.എസിന്റെ ചിത്രത്തോടു കൂടിയ ഫ്ലക്സിലാണ് പുഷ്പങ്ങൾ അർപ്പിച്ചത്. വിനായകൻ മുഷ്ടി ചുരുട്ടി മുദ്രാവാക്യം വിളിക്കുന്ന വീഡിയോ പുറത്തു വന്നിട്ടുണ്ട്. നേരത്തെ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി അന്തരിച്ച സമയത്തും സമാനമായ അധിക്ഷേപ പോസ്റ്റുമായി വിനായകൻ രംഗത്തെത്തിയിരുന്നു. ഫേസ്ബുക്കിലൂടെയായിരുന്നു അന്നും അധിക്ഷേപ പരാമർശം. ഉമ്മൻചാണ്ടിയെ സാമൂഹിക മാധ്യമങ്ങളിലൂടെ അധിക്ഷേപിച്ചു എന്ന പരാതിയിൽ കോൺഗ്രസ് പ്രവർത്തകർ നൽകിയ പരാതിയിൽ അന്ന് പോലീസ് കേസെടുക്കുകയും ചെയ്തിരുന്നു. വിനായകന്റെ പുതിയ പോസ്റ്റിനെതിരെയും വ്യാപക പ്രതിഷേധം ഇപ്പോൾ തന്നെ ഉയർന്നു കഴിഞ്ഞു. അതേസമയം വി.എസ്. അച്യുതാനന്ദനെയും ഉമ്മൻചാണ്ടിയെയും അധിക്ഷേപിക്കുന്ന ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടു എന്നാരോപിച്ച് നടൻ വിനായകനെതിരെ പോലീസിൽ ഇപ്പോൾ തന്നെ പരാതി എത്തിയിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. യൂത്ത് കോൺഗ്രസ് എറണാകുളം ജില്ലാ പ്രസിഡന്റ് സിജോ ജോസഫാണ് പരാതി നൽകിയിരിക്കുന്നത്. പോസ്റ്റിൽ മുൻ പ്രധാനമന്ത്രിമാർക്ക് നേരെയും പരാമർശം ഉണ്ട്. വിദ്വേഷം പ്രചരിപ്പിക്കുന്നത് അവസാനിപ്പിക്കാൻ നടപടി വേണമെന്നാണ് പരാതിയിൽ ആവശ്യപ്പെടുന്നത്. എന്തായാലും വായിൽ തോന്നുന്നത് കോതയ്ക്ക് പാട്ട് എന്ന രീതിയിൽ ബോധമില്ലാതെ വിനായകൻ ഇങ്ങനെ വിളിച്ചു പറയുന്നതൊക്കെ പുലിവാല് പിടിക്കുകയാണ്.